സോ ലാസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ട്രാവലിംഗ് ടു ഇന്ത്യ ആണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് ഒരു 4 മണിക്കൂറൊക്കെ മുന്നേ വന്ന് എല്ലാ ചെക്കിനൊക്കെ ചെയ്ത് ബാഗൊക്കെ പറഞ്ഞിട്ട് അവിടെ കാർ സീറ്റൊക്കെ പറഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ലോഞ്ച് ആക്സസ് ഉള്ളതുകൊണ്ട് നമ്മൾ ലോഞ്ചിൽ പോയി കുറച്ച് നേരം ഇരിക്കാം. എന്നിട്ട് അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ ഈ ലോങ് ഫ്ലൈറ്റ് ആണല്ലോ, അപ്പോൾ എന്തായാലും നല്ല ടയേർഡാവും. അപ്പോൾ അതിന് മുന്നേ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് സമാധാനമാവാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ലോഞ്ച് ആക്സസ് ബിസിനസ് ക്ലാസ്സിലുള്ളതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഈ പ്രാവശ്യം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ക്രെഡിറ്റ് കാർഡ് പോയിൻറ്റ്സ് വെച്ചിട്ടാണ്. സോ നമ്മളൊരു വെഞ്ചറിൻ്റെ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു, ക്രെഡിറ്റ് കാർഡ്. അപ്പം അത് എടുത്തപ്പോൾ നമുക്ക് കുറച്ചധികം ട്രാവൽ പോയിൻറ്റ്സ് കിട്ടി. പിന്നെ നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്തപ്പം അതിനകത്ത് കുറേ പോയിൻറ്റ്സ് ആഡ് ആവുമല്ലോ. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് അധികം എക്സ്പെൻസീവ് ആയില്ല ബിസിനസ് ക്ലാസ് ടിക്കറ്റ്. പിന്നെ നമ്മൾ വിചാരിച്ചു വാവയായിട്ട് ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്, ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ബിസിനസ് ക്ലാസ് ആകുമ്പോൾ കുറച്ച് സമാധാനമായിട്ട് നമുക്ക് വാവേനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബുക്ക് ചെയ്തു. പിന്നെ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം വി ആർ ട്രാവലിംഗ് ഇൻ ബിസിനസ് ക്ലാസ്. അപ്പോൾ അതൊരു എക്സ്പീരിയൻസും ആവുമല്ലോ എന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ അടുത്ത കൊല്ലം മുതൽ ബിസിനസ് ക്ലാസ്സിൽ പോകണമെങ്കിൽ പിക്കൂനും കൂടെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അത് കൂടുതൽ എക്സ്പെൻസീവ് ആവും. അപ്പോൾ പിന്നെ ഈ പ്രാവശ്യം തന്നെ അങ്ങ് പോയിട്ട് എന്താണ് അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് അറിയാമെന്ന് വിചാരിച്ചു. സോ പിക്കുവിൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് എന്താ പറയുക പ്രിപ്പയർഡ് ആയിരുന്നു. ലൈക്ക് ഇങ്ങനെ ഫുൾ ഫ്ലൈറ്റിൽ വെച്ച് എൻ്റർടൈൻ ചെയ്യേണ്ട കാര്യത്തിലായാലും ഫുഡിൻ്റെ കാര്യത്തിലായാലും നമ്മൾ പാലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചെറിയ പാക്കറ്റ്സ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടോയ് ബാഗ് പോലെയുള്ളൊരു സംഭവം എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടോയ് വെച്ചിട്ട് സോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോറടിക്കുമ്പോൾ മാറ്റി മാറ്റി കൊടുക്കാനുള്ള അങ്ങനെ ഫുൾ പ്രിപ്പയർഡ് ആയിട്ടാണ് നമ്മൾ വന്നത്. പിന്നെ ബിസിനസ് ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് എന്താ സുഖമാണല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ അടുത്ത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയാം. ഇഷ്ടം പോലെ ലെഗ് സ്പേസ് ഉള്ളതുകൊണ്ട് കിടന്ന് ഇരുന്ന് എന്ത് രീതിക്ക് വേണമെങ്കിലും ഇരിക്കാം. അങ്ങനെ നല്ല സൗകര്യമായിരുന്നു. ഫസ്റ്റ് ബിസിനസ് ക്ലാസ് എക്സ്പീരിയൻസ് വാസ് ഗുഡ്. ഇപ്പോൾ പിക്കു കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ബുക്ക് ഉണ്ടല്ലോ, അതിൽ കുറച്ചധികം പടങ്ങളുണ്ട്. അതിനോട് ഒരു പേനയും കിട്ടും. അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ആ പടം ഇങ്ങനെ തെളിഞ്ഞു വരും. സോ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുൾ ടോയ് ആയിരുന്നു അത്. ഈ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അത് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. അപ്പോൾ വീണ്ടും നമുക്ക് റീയൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. കുറേ നേരം അത് വെച്ച് കളിക്കണ്ടായിരുന്നു. അത് ഫ്ലൈറ്റിലാണെങ്കിലും നമ്മൾ ചെന്നിട്ടാണെങ്കിലും ഒക്കെ അതെ. സോ അതെന്താ പറയുക, വർത്ത് ദ ബൈ എന്നൊക്കെ പറയില്ലേ, അങ്ങനൊരു ടോയ് ആയിരുന്നു അത്. പിന്നെന്താ മൂവീസൊക്കെ കണ്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ചില്ലൊക്കെ ചെയ്ത് കുറച്ച് നേരം എങ്ങനെ ഇരുന്നു. 15 hours ആയിരുന്നു എന്ന് തോന്നുന്നു. ഷിക്കാഗോ ടു അബുദാബി ആൻഡ് ദെൻ അബുദാബി ടു കൊച്ചി ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. സോ 15 or 16 hours എന്തോ ആയിരുന്നു അബുദാബിയിലേക്ക്. എന്നിട്ട് അവിടെ നമുക്കൊരു 3 hour ലേ ഓവർ ആൻഡ് ദെൻ അബുദാബി ടു കൊച്ചിൻ 4 hours. ഇതായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഈ പച്ചപ്പും ഹരിതാപമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ നാട്ടിലെത്തി. ആൻഡ് ഇനിയിപ്പോൾ പരിപാടികളൊക്കെ ഉണ്ട്, നല്ല തിരക്കുള്ള പരിപാടികളൊക്കെ ഉണ്ട്. വാവയായിട്ട് ഫസ്റ്റ് ടൈം വരണോണ്ട് നമുക്ക് കുറേ ലിസ്റ്റ് ഓഫ് അമ്പലങ്ങളുണ്ട് പോവാൻ. സോ മിക്കവാറും ഈ പ്രാവശ്യം വെക്കേഷൻ അമ്പലങ്ങൾ എടുക്കുന്നതാണ് തോന്നണേ. പിന്നെ സാധാരണ ഒരു പുറത്തുള്ള ആൾ നാട്ടിൽ വരുമ്പോൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ ഡോക്ടേഴ്സിനെ പോയി കാണുക, ഹെൽത്ത് ചെക്കപ്പ്, ഡെൻ്റൽ ചെക്കപ്പ്, ഷോപ്പിംഗ്, പിന്നെ കുറേ സ്ഥലത്ത് പോവുക, ആരെങ്കിലും ഫ്രണ്ട്സിനെ ഫാമിലിനെയൊക്കെ കാണാൻ പോവുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും ബിസി ആയിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് നാൾ നാട്ടിലെ കാര്യങ്ങൾ എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും കേട്ടോ. സോ ഇനി പുതിയതായിട്ട് എന്തെങ്കിലും കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഇനി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. ശരി.
ബൈ.